മുഹമ്മദ് റിയാസ് അതിന്റെ വലിയ തിരക്കിനിടയിലാണ് അദ്ദേഹം നേരിട്ട് ദൃക്സാക്ഷിയായി. ഞാനിപ്പോൾ എത്താൻ സന്ദീപ്. ശ്രീ മുഹമ്മദ് റിയാസ്, മിനിസ്റ്റർ ഇവിടെ ആദ്യഘട്ട ഒരു ഒരു നിവേദനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കി തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോരോ മേഖല തിരിച്ച് എത്ര കോടി എന്നുള്ള അതായിരിക്കും ആ മെമ്മോറാണ്ടം ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൻ്റെ ഫലശ്രുതി ആ മേഖലയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ നമ്മൾ ആവശ്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഈ തുക ഫണ്ട് കിട്ടും എന്ന ആത്മവിശ്വാസം മിനിസ്റ്റർക്കുണ്ടോ, നമുക്കുണ്ടോ? അല്ല, നമ്മൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ലോകമാകെ ഉറ്റുനോക്കിയത്, വയനാട് ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ലോകമാകെ ഉറ്റുനോക്കിയത് വലിയ പ്രാധാന്യത്തോടും പ്രതീക്ഷയോടും കൂടിയായിരുന്നു. പ്രാധാന്യത്തോടു കൂടിയും പ്രതീക്ഷയോടും നോക്കിയ ഈ സന്ദർശനം നമ്മളെല്ലാവരും ഉദ്ദേശിച്ചതുപോലെ തന്നെ ഏറെ പ്രതീക്ഷ നൽകുന്ന നിലയിലാണ് പ്രധാനമന്ത്രി പോയിട്ടുള്ളത് എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നത് മുതൽ ഇതുവരെ പോയ സ്ഥലം, ദുരന്ത സ്ഥലം, അതുപോലെ തന്നെ ക്യാമ്പ്, ആശുപത്രി, അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പങ്കെടുത്ത മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ ആദ്യം ചീഫ് സെക്രട്ടറി സംസ്ഥാന സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിച്ചു, മുഖ്യമന്ത്രി സംസാരിച്ചു. പ്രധാനമന്ത്രിയുടെ മറുപടിയും വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള മറുപടിയാണ്. പ്രധാനമന്ത്രി എല്ലാ നിലയിലും പിന്തുണ അറിയിക്കുന്ന നിലയിലേക്കുള്ള മറുപടിയാണ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. ആ കാഴ്ചപ്പാടിനെ പിന്തുണക്കുന്ന നിലയിലാണ് പ്രധാനമന്ത്രി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന പ്രശ്നം ഇതിൽ വരുന്നില്ല. എല്ലാ നിലയിലും പിന്തുണക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 1970കളുടെ അവസാനത്തിലെ ഗുജറാത്തിലുണ്ടായ ദുരന്തത്തിൻ്റെ അനുഭവങ്ങളും വിശദീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം കേരളത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ നിലയിൽ അതിജീവനത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും ഒത്തൊരുമിച്ച് അതിജീവനത്തിന് വേണ്ടി നിൽക്കുന്നു. ആ അതിജീവന പോരാട്ടത്തിൻ്റെ പ്രതീക്ഷയാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി തിരിച്ചു പോകുന്നത് വരെ ആ പ്രതീക്ഷ കെടാതെ നിലകൊള്ളുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എപ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഉത്തരാഖണ്ഡിൽ, ഹിമാചൽ പ്രദേശിലൊക്കെ വലിയ ബീഹാറിലൊക്കെ വലിയ തുക പ്രഖ്യാപനം നമ്മൾ കണ്ടതാണ്. നമ്മളൊരു സർക്കാർ എന്ന നിലയിൽ അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിയുമ്പോൾ എപ്പോഴത്തേക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കണം മിനിസ്റ്റർ? ഇന്നിപ്പോൾ അവലോകനത്തിലൊക്കെ അങ്ങ് പങ്കെടുത്തല്ലേ? എത്രയും വേഗത്തിൽ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് മെമ്മോറാണ്ടത്തിൻ്റെ ആദ്യപടി എന്നുള്ളതിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കാര്യങ്ങൾ സമർപ്പിച്ചു. ഇനി സപ്ലിമെൻ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളാണുള്ളത്. ഇന്നലെ കേന്ദ്ര സംഘം വന്നപ്പോൾ വളരെ വിശദമായി കേന്ദ്ര സംഘവുമായി ചർച്ച ചെയ്തു. കേന്ദ്ര സംഘത്തിനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി തിരിച്ചുപോയി ഇതിൽ എത്രയും പെട്ടെന്ന് തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി കേരളത്തിൻ്റെ ഇത് ലഭിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, 3 സംസ്ഥാനങ്ങൾക്ക് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് 11,500 കോടി രൂപ കേന്ദ്ര സർക്കാർ ഒരു സ്പെഷ്യൽ പാക്കേജായി അനുവദിച്ചിട്ടുള്ളത്. അതിന് സമാനമായ നിലയിൽ കേരളത്തെയും സഹായിക്കും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും പ്രധാനമന്ത്രിയുടെ മീറ്റിങ്ങിലെ സംസാരവും ആ പ്രതീക്ഷ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. മിനിസ്റ്റർ, അങ്ങ് വലിയ തിരക്കിലാണെന്നറിയാം. അങ്ങ് ഒരു മീറ്റിങ്ങിനിടയ്ക്ക് ഇറങ്ങി വന്നതാണെന്ന് പറയും. 2 മിനിറ്റ് കൂടി മിനിസ്റ്റർ. ഞാൻ അന്ന് അവിടെ പുഞ്ചിരിമട്ടയിൽ കയറുമ്പോൾ അവിടെ ഒരു സുകുമാരൻ എന്നൊരാളെ കണ്ടു. സുകുമാരൻ 2010 ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായ 3 വീട്ടിൽ ഒരാളാണ്. സുകുമാരൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സുകുമാരൻ, മിനിസ്റ്ററോട് അങ്ങ് താങ്കളുടെ കാര്യം പറയൂ, പരിഹാരമുണ്ടാവും. സാർ, ഹലോ, പറഞ്ഞോളൂ സുകുമാരൻ, പറഞ്ഞോളൂ. സാർ, 2020 മുണ്ടക്കൈ എന്ന സ്ഥലത്ത് സാർ ഫസ്റ്റ് ഉരുൾ പൊട്ടിയത് കുറച്ച് ആ പൊട്ടിയ ഭാഗമാണ് ഇപ്പോൾ 30 പൊട്ടിയത്, 30-ാം തീയതി. അപ്പോൾ അതിന്റെ മുന്നേ 2020 ചെറുതായിട്ട് പൊട്ടിയിട്ട് ഒരു 3 വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സാർ. അതായത് ഞാനൊരു കൂലിപ്പണിക്കാരനാണ് സാർ. അപ്പോൾ ലോൺ എടുത്തിട്ടും കടം വാങ്ങിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു വീട് വെച്ചാണ് സാർ. 10 വർഷം വാടകയ്ക്ക് നിന്നിട്ട് ഒരു വീട് വെച്ചു സാർ. അതിൽ 2020 ആ വീടും എല്ലാം നഷ്ടം, മണ്ണിന്റെ അടിയിൽ പോയി സാർ. എന്നിട്ട് ദുരിതാശ്വാസ സ്ഥലത്ത് ക്യാമ്പിൽ വന്ന് നിന്നു ഒരു 5-6 ദിവസം. അങ്ങനെ അവർ പറഞ്ഞു വാടകയ്ക്ക് പോയിക്കോളി, പൈസ ഒക്കെ നമ്മൾ കൊടുത്തോളാം സർക്കാർ. അപ്പോൾ അങ്ങനെ
ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വാടകയ്ക്ക് ഒരു നിർഗതിയില്ല, ഞാൻ സീറോയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വാടകയ്ക്ക് പോയിട്ട് പറഞ്ഞു അതിൻ്റെ വാടക അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വെറും 2 മാസത്തെ വാടകയാണ് സാർ കിട്ടിയത്. ബാക്കി പൈസ അല്ല, നമ്മൾ സീറോയിൽ നിൽക്കുമ്പോൾ എങ്ങനെ സാറേ? അപ്പോൾ അങ്ങനെ വീട്ടുകാർ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ ഞാൻ എസ്റ്റേറ്റ് പാടിയിലായിരുന്നു താമസം സാർ. ഇപ്പോൾ മുണ്ടക്കയിൽ അങ്ങനെ അവിടെ ഒരു വീടുണ്ട്, തറവാട് വീട് എന്ന് പറയും. അവിടെ പോയിട്ടാണ് ഞാൻ ഈ 4 വർഷം നിന്നത് സാർ. അപ്പോൾ അതും പോയി സാർ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല സാർ. 2020 പോയതാണ്. അപ്പോൾ വീടൊന്നുമില്ല സാർ. അപ്പോൾ ഈ സ്ഥലം പോയതിന് പകരം 7 സെന്റ് സ്ഥലം എനിക്ക് ഈ പൂത്തക്കൊല്ലി മറ്റേ ദുരിതാശ്വാസം പുത്തുമല പൊട്ടിയതിൻ്റെ പേരിൽ അവരെ കൂട്ടത്തിലൊരു 7 സെന്റ് സ്ഥലം തന്നിട്ടുണ്ട് സാർ. വേറെ ഒന്നുമില്ല സാർ. എനിക്ക് വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് എന്താ വെച്ചാൽ ഒരു പൈസയില്ല, ഞാൻ സീറോയിലാണ് നിൽക്കുന്നത് സാർ. അപ്പോൾ ഈ വീട് വെക്കണമെങ്കിൽ തന്നെ അതിന് പൈസ വേണം കയ്യിൽ. ഒന്നുമില്ല. ഒരു പുനരധിവാസം എന്ന് പറയുന്ന ഒന്നും എനിക്ക് ഇല്ല. ശരി സുകുമാരൻ, കേട്ടു മന്ത്രി. മിനിസ്റ്ററെ, ഈ സുകുമാരൻ ചേട്ടനെ വിളിക്കാൻ കാരണം സുകുമാരൻ ചേട്ടൻ ഈ ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആളാണ്. വേണ്ട വിധത്തിൽ എവിടെയും കാര്യങ്ങൾ പറയാൻ മടിയുള്ള ഒരു പരമസാധു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ 2020 3 വീട് പോയതാണ്. അതിലൊരു വീട് സുകുമാരൻ്റെയാണ്. അത് ലോൺ എടുത്ത് വെച്ച വീടാണ്. ആ വീട് പോയി, പക്ഷേ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസ് മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണേ. തീർച്ചയായിട്ടും ആഷ്മി, സുകുമാരൻ ചേട്ടൻ്റെ ഈ പ്രശ്നം ഞാൻ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുക. ശ്രീ ആഷ്മി അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് അയച്ചു തരണം. ഞാൻ ആ നിലയിൽ തന്നെ ഇടപെടാം. ജില്ലാ കളക്ടറുമായി സംസാരിക്കാം. സുകുമാരൻ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതും ഒന്ന് തരണം. അത് കളക്ടറുമായി സംസാരിച്ചതിന് ശേഷം നാളെ തന്നെ സുകുമാരൻ ചേട്ടനെ വിളിക്കുന്നതുമായിരിക്കും. ആഷ്മി അതൊന്നും എനിക്ക് അയച്ചു തരണം. ഉറപ്പായും. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് ലോട്ട്. അങ്ങ് ഇറങ്ങിക്കോളൂ. അങ്ങ് വലിയ തിരക്കിലാണ്. ആ തിരക്കിനിടയിലും ഇവിടെ അല്പസമയം ചെലവഴിച്ചു. താങ്ക് യു മിനിസ്റ്റർ. ശ്രീ രാജു പി നായർ കേൾക്കാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. രാജു പി ശ്രീ സുകുമാരൻ പുഞ്ചിരിമട്ടം ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ നാളെ തന്നെ നമ്മൾ മന്ത്രിയോട് ഇക്കാര്യം പറയും. നാളെ തന്നെ നമ്മൾ മന്ത്രിക്ക് താങ്കളുടെ നമ്പർ അടക്കം കൊടുക്കും. മന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ താങ്കളെ വിളിക്കും. സുകുമാരൻ ചേട്ടൻ അനുഭവിക്കുന്ന ആ കൊടിയ യാതനയ്ക്ക്, ദുരിതത്തിന്, ഈ വർഷങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാകാൻ പോകുന്നു. ധൈര്യമായിരിക്കും സുകുമാരൻ ചേട്ടാ. ശരി സാർ. ഓക്കെ.